നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൽ കോഴ ആരോപണം. നൃത്ത ഇനങ്ങളെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തതായുള്ള രേഖകൾ പുറത്ത്. മത്സരങ്ങൾ മാറ്റിയത് നൃത്താധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന്. കരിമ്പിൻ ജ്യൂസറിൽ കൈകുടുങ്ങിയ അപകടം. കൈമുട്ടിന് പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. അപകടം ജ്യൂസ് കടക്കാരനെ സഹായിക്കവേ. രക്ഷകരായി മുക്കം അഗ്നിരക്ഷാസേന. വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. ഇരുട്ടിലായത് നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസ്. 2810 രൂപയുടെ ബില്ലടയ്ക്കാൻ വൈകി. ഓഫീസ് പ്രവർത്തനം താറുമാറായി. കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ഗുണ്ടാ ആക്രമണം. ജീവനക്കാരന് വെട്ടേറ്റു. സഹോദരങ്ങളായ 2 പേർ പിടിയിൽ. തുടർക്കഥയാകുന്ന സ്വർണ്ണക്കവർച്ചകൾ. കൊടുവള്ളിയിൽ വ്യാപാരിയെ ആക്രമിച്ച് കവർന്നത് 2 കിലോ സ്വർണം. ആക്രമിച്ചത് കാറിലെത്തിയ 5 അംഗ സംഘം. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. കളമശ്ശേരി കൊലക്കേസിൽ തെളിവുകൾ കണ്ടെടുത്ത് പോലീസ്. പ്രതി മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. ഫോണുകൾ പാറമടയിലെ കുളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ഉദയൻകുളങ്ങരയിൽ ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി. വള്ളുക്കോട്ടുകോണം ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കെത്തിയ കള്ളനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. വള്ളുക്കോട്ടുകോണം ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കെത്തിയ സേലം സ്വദേശിയെയാണ് CCTV ചതിച്ചത്. പ്രതി ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്നതോടെ ക്ഷേത്ര ഭാരവാഹികളുടെ മൊബൈലിലേക്ക് CCTVയിൽ നിന്ന് സന്ദേശം ലഭിച്ചു. ഇതോടെ സംഘടിച്ചെത്തിയ നാട്ടുകാരാണ് മോഷ്ടാവിനെ പിടികൂടിയത്. സേലം സ്വദേശി സെന്തിലിനെ നാട്ടുകാർ പോലീസിന് കൈമാറി. ഇന്നലെ രാത്രി ഒരു 11:45 നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു മോഷണ ശ്രമം നടന്നു. മോഷ്ടാവ് ക്ഷേത്രത്തിനകത്ത് കയറുകയും CCTV ക്യാമറയിൽ പതിയുകയും അതിൽ പ്രകാരം ക്ഷേത്രത്തിൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ഹരികുമാർ പല നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനും നാട്ടുകാർക്കുമൊക്കെ കൈമാറ്റം ചെയ്തു. അതിലെത്തി നാട്ടുകാരെല്ലാം ഒത്തൊരുമയായി കൂടി വരികയും പാറശാല പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ പാറശാല HSO നമ്മുടെ വേലപ്പ സാറ് എൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ നാട്ടുകാരും ചേർന്ന് പിടികൂടി. 2 മാസത്തിനു മുമ്പും ഇതേ ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം നടന്നിരുന്നു. കാണിക്ക വഞ്ചി കുത്തി തുറക്കാൻ ശ്രമിച്ച മോഷ്ടാവ് അന്ന് പരിസരവാസികൾ ഉണർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഫസീല കൊലപാതകത്തിൽ പ്രതിക്കായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. പ്രതി സനൂഫ് സംസ്ഥാനം വിട്ടതായ സൂചനയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഫസീല കൊലക്കേസ് പ്രതി അബ്ദുൾ സനൂഫ് കേരളം വിട്ടെന്നുറപ്പിക്കുകയാണ് പോലീസ്. ഇയാൾ സഞ്ചരിച്ച കാർ പാലക്കാട് ചക്കന്തറയിൽ കണ്ടെത്തി. ഇതോടെ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ പ്രതി കടന്നേക്കാമെന്നാണ് നിഗമനം. അന്വേഷണം കൂടുതലിടത്തേക്ക് വ്യാപിപ്പിച്ചു. സനൂഫിനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. പ്രതി ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പരും വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തി. ചൊവ്വാഴ്ചയാണ് ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിനൊപ്പം ഞായറാഴ്ച ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. സനൂഫ് തിങ്കളാഴ്ച രാത്രി ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നീട് ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. കളമശ്ശേരി JC കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് ബാബുവുമായി തെളിവെടുപ്പ്. പ്രതി മോഷ്ടിച്ച 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. കാക്കനാട് തെങ്ങോട്ടെ പാറമടയിലെ കുളത്തിൽ ഉപേക്ഷിച്ച ഫോണുകൾ സ്കൂബ സംഘമാണ് കണ്ടെത്തിയത്. തൃക്കാക്കര കാക്കനാടേക്ക് വരുമ്പോൾ അവിടെ തെങ്ങോട് എന്ന് പറയും, തെങ്ങോട് പാറമടകളുള്ള സ്ഥലമാണ്. തെങ്ങോടുള്ള ഈ പാറമടയിൽ നിന്ന് രൂപീകൃതമായ കുളം, ഇതിലായിരുന്നു ഈ പ്രതി ഫോണുകൾ ഉപേക്ഷിച്ച 2 ഫോണുകൾ JCയിൽ നിന്ന് മോഷ്ടിച്ച 2 ഫോണുകളും ഉപേക്ഷിച്ചത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇത് കൊലപാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. നേരത്തെ ഇയാളുമായിട്ട് ഇവരുടെ 2 വളകൾ മോഷ്ടിച്ച 2 വളകൾ വിറ്റിരുന്ന അടിമാലിയിലും പോലീസ് സംഘം എത്തിയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. പ്രതി ഇവിടെ എത്തിച്ചിരുന്നു. പ്രതി ഗിരീഷ് ബാബുവിന് ഇവിടെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിന്
നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷം ഇയാൾ കൃത്യമായി ഇതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് എറിഞ്ഞ് ഉപേക്ഷിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിശദീകരിച്ചു കൊടുത്തിരുന്നു. ഫോണുകളും 2 ഫോണുകളും കൃത്യമായി കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. ഇയാൾ ഫോണുകൾ ഇത് തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കൃത്യമായ ഒരു ആസൂത്രണം നടത്തിക്കൊണ്ടാണ് ഇയാൾ ഇക്കാര്യങ്ങളിൽ കൃത്യങ്ങൾ നിർവഹിച്ചിരുന്ന 2 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഗിരീഷ് ബാബുവും സുഹൃത്ത് ഖദീജയുമാണ് കേസിലുള്ളത്. ഗിരീഷ് ബാബു ഒരു IT പ്രൊഫഷണലാണ്. ഈ ജെയ്സിയുമായുള്ള ഒരു അടുപ്പം, പിന്നീട് അവരിൽ നിന്ന് ഇയാളുടെ സാമ്പത്തിക ബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് സ്വർണവും പണവും അപഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊലപാതകം നടത്തുന്നത്. പോലീസ് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് നടത്തി മോഷണ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ തെളിവുകൾ, ഇതെല്ലാം എവിടെയെല്ലാം ഉപേക്ഷിക്കണമെന്നുള്ള പ്ലാനിംഗ് നടത്തിയതിനു ശേഷമാണ് ഇയാൾ ഈ കൃത്യത്തിലേക്ക് കടക്കുകയും ഇവിടെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ് ഇയാൾ ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ പൊതുവിലേക്ക് ഈ ക്യാമറകളും CCTV എല്ലാം ഉള്ളിടത്തേക്കെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടത് ഹെൽമറ്റ് എല്ലാം ധരിച്ചുകൊണ്ടാണ്. പക്ഷേ പോലീസിന് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെ പ്രതിയെ കണ്ടെത്താനും അടക്കമെല്ലാം തന്നെ കഴിയുകയും ചെയ്തിരുന്നു. ഇനി ഫ്ളാറ്റിൽ കൂടി ഈ കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ കൂടി ഇയാളെ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരം നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കരിമ്പിൻ ജ്യൂസറിന്റെ ഉള്ളിൽ കൈ കുടുങ്ങിയ അപകടം. ആദി കൃഷ്ണ എന്ന 14 വയസ്സുകാരന്റെ കൈയാണ് മെഷീനിനുള്ളിൽ കുടുങ്ങിയത്. കൊടുവള്ളി മാനിപുരത്ത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഞങ്ങൾ ഒരു 10:45 സംഭവം ഉണ്ടായത്. ഞങ്ങൾ മാനിപുരം റോഡ് സൈഡിൽ കരിമ്പിൻ ജ്യൂസ് കച്ചവടം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടീൻ്റെ മുട്ടുകൈ ഭാഗം ഈ കരിമ്പിൻ ജ്യൂസ് മെഷീൻ്റെ ഉള്ളിൽ കുടുങ്ങിയതായിരുന്നു സംഭവം. ഞങ്ങൾ എത്തിയ ഉടൻ തന്നെ ഞങ്ങൾ സ്പെഡർ, കട്ടർ എന്നുപയോഗിച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ട് അയാളുടെ കൈ എല്ലുകൾക്ക് പൊട്ട് സംഭവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച്, KM സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച്. കോഴിക്കോട് നിന്നും ഗുലാം നബി ആസാദ് ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് 10 മണിയോട് കൂടിയാണ് കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനുള്ളിൽ ഒരു 14-കാരന്റെ കൈ കുടുങ്ങിയത്. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആളെ സഹായിക്കാൻ എത്തിയ ആളാണ് ഈ 14-കാരൻ. ഓമശ്ശേരി സ്വദേശി ആദി കൃഷ്ണയുടെ കൈയാണ് കരിമ്പ് ജ്യൂസിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയത്. അപകടം പറ്റിയ ഉടനെ തന്നെ നാട്ടുകാർ മുക്കം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപയോഗിച്ച് മെഷീൻ പൊട്ടിച്ചെടുത്താണ് കുട്ടിയുടെ കൈ പുറത്തെടുത്തത്. കുട്ടിയുടെ കൈമുട്ടിന്റെ ഭാഗത്താണ് പരിക്കേറ്റത്. കുട്ടിയെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തത്തിൽ നിന്നാണ് ഒഴിവായത്. ഇപ്പോഴും കുട്ടി ചികിത്സയിലാണ് കഴിയുന്നത്. ശരി ആസാദ്. നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസിലെ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB അധികൃതർ ഫ്യൂസൂരി. വൈദ്യുതി ബില്ലായ 2810 രൂപ അടയ്ക്കാൻ മുടക്കം വന്നതാണ് നടപടിക്ക് കാരണമായത്. താലൂക്കിൽ നിന്നുമാണ് പതിവായി വൈദ്യുതി ബില്ല് കെട്ടാറ്. പണം അടയ്ക്കുന്നതിലുണ്ടായ വീഴ്ച കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ഇതോടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിലെ നൃത്ത ഇനങ്ങളെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വിധികർത്താക്കളായ ചിലർ കോഴ വാങ്ങി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത്. തിരുവാതിര, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഉൾപ്പെടെ പ്രധാന സ്റ്റേജിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന 14 ഇനം നൃത്ത മത്സരങ്ങളാണ് വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ചത്. കട്ടപ്പന സ്വദേശിയായ ഒരു നൃത്താധ്യാപകൻ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തതായുള്ള രേഖകൾ പുറത്തുവന്നതോടെയാണ് മറ്റ് നൃത്താധ്യാപകർ പ്രതിഷേധവുമായി എത്തിയത്. അപ്പീൽ കൊടുത്ത് പോകുന്ന കുട്ടികൾക്ക് A ഗ്രേഡ്, ഇവിടുന്ന് ഫസ്റ്റ് കിട്ടി പോകുന്ന കുട്ടികൾക്കെല്ലാം B ഗ്രേഡ് ആകും. അപ്പീൽ കൊടുത്ത് പോകുന്നവർക്ക് A ഗ്രേഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഈ 14ാം സ്ഥാനത്തല്ലാണ്ട് ഇതുവരെ ഇടുക്കി ഒരു വയനാട് പോലും മുമ്പിലാണ്. ഇടുക്കി ഏറ്റവും പിറകെ. ഇവിടെ ഈ വന്നിരിക്കുന്ന ജഡ്ജസ് ആ കോട മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തെളിവ് കാണിക്കാം. എന്റെ സ്റ്റുഡന്റ് കളിക്കുന്ന ഐറ്റം അതിന്റെ പേര് എഴുതിയിട്ട് അത് തട്ടണം എന്നാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ട അതിന്റെ കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ സഹിതമാണ് ഇട്ടേക്കുന്നത്. ഇത് ഒരൈറ്റം. ഈ ക്ലാസിക്കൽ ഐറ്റംസും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിര അടക്കമുള്ള എല്ലാ ഐറ്റംസിന്റെ അവസ്ഥ ഇതാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ സഹിതം.
വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും VK സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, തെളിവുകളുമായാണല്ലോ നൃത്താധ്യാപകർ രംഗത്തെത്തിയത്. എന്താണ് സംഭവിച്ചത്? ആക്ച്വലി കലോത്സവങ്ങൾക്കിടയിലെ വിവാദങ്ങൾ ഒരു പുതിയ സംഭവമല്ല. എങ്കിലും ഇത്തവണ ഇടുക്കിയിലും അത്തരത്തിലൊരു വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ്. മത്സരങ്ങളുടെ രണ്ടാം ദിവസമായ ഇന്ന് പ്രധാന സ്റ്റേജിൽ നടക്കേണ്ടിരുന്ന നൃത്ത മത്സരങ്ങളായിരുന്നു. 11 ഇനം നൃത്ത മത്സരങ്ങൾ നടക്കേണ്ട സമയത്താണ് അതിന്റെ വിധികർത്താക്കൾക്കെതിരെ ആരോപണമായി നൃത്താധ്യാപകർ എത്തിയത്. കട്ടപ്പന സ്വദേശിയായ ഒരു നൃത്താധ്യാപകൻ ഇന്ന് വന്നിരിക്കുന്ന വിധികർത്താക്കളിൽ ഒരാളെ സ്വാധീനിക്കുകയും അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്നൊരു വിവാദമുണ്ടായത്. എന്തായാലും മറ്റ് നൃത്താധ്യാപകരെല്ലാം ഈ ആളെ മാറ്റണം, ആ പാനലിലുള്ള ജഡ്ജസിനെ മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു, നിലപാടിലേക്ക് വന്നു. അധികൃതർ ഇടപെട്ട് തൽക്കാലം പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ പരിശോധിച്ചെങ്കിലും മറ്റ് നൃത്താധ്യാപകർ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മത്സരങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. പ്രധാന സ്റ്റേജ് 1-ാം നമ്പർ സ്റ്റേജിലാണ് നൃത്ത മത്സരങ്ങൾ ഇന്ന് നടക്കേണ്ടിരുന്നത്. 11 ഇനം ആയിരുന്നു. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം ഉൾപ്പെടെയുള്ള 11 ഇനം മത്സരങ്ങൾ നടക്കേണ്ട വേദിയിലാണ് ഇന്ന് ഈ തടസ്സമുണ്ടായത്. എന്തായാലും ജില്ലയുടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയിട്ടുള്ള വിദൂരങ്ങളിൽ നിന്ന് പോലും എത്തിയിട്ടുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് പോലും മത്സരാർത്ഥികൾക്ക് പോലും ഇത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഏതായാലും മറ്റ് അധികൃതർ ഇടപെട്ട് ഇപ്പൊ തൽക്കാലം ഈ മത്സരം മാറ്റിവെച്ചേക്കാണ്. ഏതായാലും 30-ാം തീയതി നടക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കുമെല്ലാം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു ദിവസം കൂടിയാണ് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മത്സരങ്ങളുടെ രണ്ടാം ദിവസമായി ഇന്ന്. അശ്വതി, VK സ്റ്റാലിനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആസ്വാദകരിൽ ആവേശം നിറച്ച മാർഗംകളി. കൊട്ടാരക്കരയിൽ നടക്കുന്ന 63ാമത് ജില്ലാ കലോത്സവത്തിലെ വേദി 12-ലായിരുന്നു നിറഞ്ഞ സദസ്സിൽ മാർഗംകളി നടന്നത്. 1984-ലാണ് മാർഗംകളി കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. സുറിയാനി സഭയുടെ പരമ്പരാഗത കലാരൂപമാണ് മാർഗംകളി. കൊട്ടാരക്കരയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലും നിറഞ്ഞ സദസ്സിലായിരുന്നു മാർഗംകളി അവതരിപ്പിച്ചത്. ചട്ടയും മുണ്ടും ലോലാക്കുമണിഞ്ഞുള്ള ഉഗ്രൻ ചുവടുകളുമായി മാർഗംകളി അരങ്ങ് തകർത്തു. ആദ്യമായി മാർഗംകളിയിൽ പങ്കെടുത്ത കുട്ടികൾക്കും വ്യത്യസ്ത അനുഭവം. നന്നായിട്ട് ക്ഷീണിച്ച് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഇല്ല, ആദ്യമായിട്ടാണ്. പക്ഷെ കൊള്ളായിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചതാണ്. മുൻപ് പുരുഷന്മാർ നടത്തി വന്നിരുന്ന കലാരൂപമാണ് ഇപ്പോൾ സ്ത്രീകൾ അരങ്ങിലെത്തിക്കുന്നതെന്നും ചിലർ. കോട്ടയത്തുള്ള കല്യാണത്തിന് തലേന്നുള്ള ഒരു പ്രോഗ്രാമാണ് മാർഗംകളി. നേരത്തെയുള്ള സമയങ്ങളിൽ ആണുങ്ങളാണ് കല്യാണത്തിന് തലേന്ന് ഈ മാർഗംകളി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കലോത്സവ വേദികളിൽ പെൺകുട്ടികളും ജില്ലാ കലോത്സവം വരെ എത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, പിന്നെ ഇവിടം വരെ എത്തി. അത് തന്നെ വലിയൊരു കാര്യം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയാൽ അങ്ങനെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല. വിശുദ്ധ തോമസ് ലീഹായുടെ ചരിത്രമാണ് മാർഗംകളിയുടെ ഇതിവൃത്തം. മെയ്വഴക്കവും നല്ല കായികക്ഷമതയും ഉണ്ടെങ്കിൽ മാത്രമേ മാർഗംകളി അവതരിപ്പിക്കാനാകൂ. വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ഗുണ്ടാക്രമണം. ജീവനക്കാരനായ തൗഫീഖിന് വെട്ടേറ്റു. സംഭവത്തിൽ സഹോദരങ്ങളായ 2 പേർ പിടിയിലായി. ഇന്നലെ രാത്രി 11:30-യോടെയാണ് കഴക്കൂട്ടത്തെ കൽപ്പാത്തി ഹോട്ടലിൽ ആക്രമണമുണ്ടായത്. ഹോട്ടൽ ജീവനക്കാരനായ വെഞ്ഞാറമ്മൂട് സ്വദേശി തൗഫീഖ് റഹ്മാന് വെട്ടേറ്റു. നിരവധി കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരാണ് ആക്രമിച്ചത്. വെട്ടുകത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയത് തൗഫീഖ് തടഞ്ഞു. ഇതോടെ കൈയിലാണ് വെട്ടേറ്റത്. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടി. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഒരാഴ്ച മുൻപ് പ്രതിയായ വിനീഷ് മദ്യപിച്ച് ഹോട്ടലിലെത്തി പണം ആവശ്യപ്പെട്ടു. ഇത് തർക്കത്തിനിടയാക്കി. ആ വിരോധത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം. ഹോട്ടലിലെ സാധനങ്ങളും ഇവർ നശിപ്പിച്ചു. കഴക്കൂട്ടം, തുമ്പ, കഠിനംകുളം സ്റ്റേഷനുകളിൽ വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതികളാണ് വിജീഷും വിനീഷും. ന്യൂസ് 18 തിരുവനന്തപുരം.
മലപ്പുറം തിരൂരിൽ യുവതി സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. ഒഴൂരിലേക്ക് പോകവെ പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആർക്കും പരിക്കില്ല. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. വെളിയിട മുക്ത വിസർജന മേഖലയായി കായംകുളത്തെ പ്രഖ്യാപിച്ചെങ്കിലും നഗരത്തിൽ പൊതു ശൌചാലയങ്ങളില്ലാത്തത് ബുദ്ധിമുട്ടാകുന്നു. നഗരത്തിൽ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾക്ക് ഹോട്ടലുകൾ മാത്രമാണ് ആശ്രയം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കായംകുളം ടൗണിൽ വന്നു പോകുന്നുണ്ട്. ടൗണിൽ പൊതു ശൌചാലയമില്ലാത്തതാണ് ഇവരെ വലയ്ക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായിരുന്ന പൊതു ശൌചാലയം നഗരസഭ മാസങ്ങൾക്ക് മുൻപ് പൂട്ടി. പേട്ട മൈതാനിയിൽ നഗരസഭ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് ഇതുവരെ തുറന്നിട്ടുമില്ല. 8 ലക്ഷം രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം. കോടതിയുടെ ഭാഗം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ഒരു ഭാഗത്തുപോലും പൊതു ശൌചാലയമില്ല. നഗരത്തിൽ 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ വനിതാ ജീവനക്കാരുമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ശൌചാലയങ്ങളില്ലാത്തതിനാൽ ഹോട്ടലുകൾ മാത്രമാണ് ആശ്രയം. ദേശീയ തലത്തിൽ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട്, ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ നഗരസഭയ്ക്കും ലക്ഷങ്ങളും കോടികളുമാണ് ഗ്രാൻഡായി ഓരോ വർഷവും ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭയ്ക്കും കോടിക്കണക്കിന് രൂപയാണ് ഈ വകയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പണമൊക്കെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്തുള്ളത്. ന്യൂസ് 18 കായംകുളം. പ്രതിസന്ധികളെ അതിജീവിച്ച് പാലക്കാട് ഓങ്ങല്ലൂരിൽ നടത്തിയ കൃഷിയിൽ 100 മേനി. 2 ഏക്കറിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനമാണ് ഈ കാണുന്നത്. കാരമണ്ണ, കാരുണ്യ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 2 ഏക്കറിലായിരുന്നു കൃഷി. വെള്ളമില്ലാത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ചെറിയ കിണർ കുഴിച്ചാണ് ജലസേചനം ഒരുക്കിയത്. വെള്ളരി, വെണ്ട, കുമ്പളം, ചിരങ്ങ, പയർ, കൂർക്ക, തക്കാളി തുടങ്ങിയവ ഇവിടെ സമൃദ്ധമായി വിളഞ്ഞു നിൽപ്പുണ്ട്. ഓരോ ഗ്രൂപ്പിലും 15,000, 20,000 രൂപ വരെ പച്ചക്കറികൾ ഓരോ തൊഴിലാളികളും വിൽക്കുന്നവരെ സ്ഥിതിയുണ്ടായി. നമ്മുടെ നാട്ടിൽ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലേബർ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പച്ചക്കറി കൃഷി നടക്കുന്നത്. അത്തരത്തിലുള്ള 11ാം വാർഡിലെ പച്ചക്കറിയുടെ മനോഹരമായ കൃഷിത്തോട്ടത്തിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ പ്രയാസമുണ്ടായതായി തൊഴിലാളികൾ പറയുന്നു. പഞ്ചായത്തിലെ 45 ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ജീവനക്കാരെ ആദരിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. 51 ജീവനക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് പ്രശംസാപത്രം നൽകി. വകുപ്പ് ഡയറക്ടർ ശ്രീകുമാർ B അധ്യക്ഷനായിരുന്നു. ഇടുക്കിയിലേക്കൊരു യാത്ര തീരുമാനിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ഇടപിടിക്കും. ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പോയിന്റായ രാമക്കൽമേട് ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി. വെറുമൊരു ട്രക്കിംഗ് മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര. മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ കാണാനുള്ള അവസരം കൂടിയാണ്. ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് ലഭിച്ചത്. കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുഭാഗത്തെത്താം. കാഴ്ചയിൽ അതിഭീകരമാണെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട സാധ്യത കുറവാണ്. രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ പാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ എത്തുക. കാറ്റിന്റെ കൂട്ടുപിടിച്ച് നടന്ന് മല കയറുന്നവരും നിരവധി. മലമുകളിലെത്തിയാൽ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് ട്രക്കിംഗ്. സഹ്യപർവ്വത നിരയിലെ കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളും കാണാം. ഒപ്പം തമിഴ്നാടൻ കാർഷിക പെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവുമെല്ലാം ആസ്വദിക്കാം. കൂറ്റനാമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല. എന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന്
ഉരുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. ആമപ്പാറയിലേക്കുള്ള ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും മാത്രമല്ല ഇവിടത്തെ കാഴ്ചകൾ. കാർഷിക പെരുമയ്ക്ക് കാവലായി മാനംപുട്ടെ ഉയർന്നു നിൽക്കുന്ന രാമക്കല്ല്, സദാസമയവും വീശിയടിക്കുന്ന കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന കാറ്റാടികൾ, തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറത്തി പ്രതിമ. ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ ഏറെയുണ്ട് രാമക്കൽ മേട്ടിൽ. ന്യൂസ് 18 ഇടുക്കി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഉച്ചവരെ 41,500 പേരാണ് 18-ാം പടി കയറിയത്. തീർത്ഥാടകർക്ക് പമ്പ മുതൽ എവിടെയും നിയന്ത്രണങ്ങളില്ല. ഇന്നലെ 74,463 തീർത്ഥാടകരാണ് 18-ാം പടി കയറിയത്. പമ്പ നിലയ്ക്കൽ സർവീസിനിടെ KSRTC ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതായി KSRTC. ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാർക്കെതിരെയാണ് നടപടി. അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്നും KSRTC കോടതിയെ അറിയിച്ചു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠനയാത്രകൾക്ക് കർശന മാർഗനിർദ്ദേശങ്ങളുമായി സർക്കാർ. പഠനയാത്രകളെ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റരുത് എന്നാണ് പ്രധാന നിർദ്ദേശം. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്തരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അംഗീകാരമില്ലെന്ന് കണ്ടെത്തിയ 827 സ്കൂളുകൾക്കെതിരെ നടപടി തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. പഠനയാത്രകൾക്ക് സ്കൂളുകൾ വൻതുക ഈടാക്കുന്നു, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ഒഴിവാക്കുന്നു. ഇത്തരം നിരവധി പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൂടി താങ്ങാൻ കഴിയുന്ന ചിലവുകളെ പഠനയാത്രകൾക്കുണ്ടാകാവൂ. ഒരു കുട്ടിയെയും മാറ്റി നിർത്താതെ മുഴുവൻ പേരെയും ഇത്തരം യാത്രകളിൽ പങ്കെടുപ്പിക്കണം. മാറ്റി നിർത്തുന്നത് കുട്ടികൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കുകയാണെന്ന് മന്ത്രി. പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെപ്പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല. പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം. സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെ യാത്രാ ചെലവ് ബന്ധപ്പെട്ട PTA കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജ്മെന്റ് കമ്മിറ്റികളോ വഹിക്കേണ്ടതാണ്. പഠനയാത്രയിൽ പങ്കെടുക്കുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും ചെലവ് കുട്ടികളിൽ നിന്ന് ഈടാക്കരുത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾക്കും വലിയ പണപ്പിരിവാണ് നടക്കുന്നത്. ഇതിനും കുട്ടികളെ പിഴിയരുത്. ബോഡി ഷേമിംഗ് പോലെ വിദ്യാർത്ഥികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയും സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവും വിദ്യാഭ്യാസ വകുപ്പ് നൽകി. സ്കൂളുകളിൽ ജീവനക്കാരുടെ വിദ്യാർത്ഥികളുടെ ജന്മദിനം പോലുള്ള വ്യക്തിഗത ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ കുട്ടികളെ നിർബന്ധിതരാക്കുകയാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കുവാൻ സ്കൂൾ അധികാരികൾ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അംഗീകാരമില്ലാത്ത സ്കൂളുകളുടെ പ്രാഥമിക കണക്കെടുപ്പാണ് പൂർത്തിയായത്. മുഖ്യമന്ത്രിയുമായി വിശദമായ ചർച്ച നടത്തിയ ശേഷം ഈ സ്കൂളുകൾക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.